ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് നല്ല അടിപൊളി ഉഴുന്നുവട വീട്ടിലുണ്ടാക്കാം. അതിനുള്ള കുറച്ച് പൊടിക്കൈകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 2 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വച്ചിരുന്നതാണ്. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി ഊറ്റി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുമ്പോൾ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇതാണ് മറ്റൊരു പൊടിക്കൈ എന്ന് പറയുന്നത്. ഇത് അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് നമുക്കൊരു 3-4 മണിക്കൂർ ഒന്ന് ഈ മാവൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നുവട കിട്ടുക. അല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്നുവട കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അടിച്ച് ഇങ്ങനെ വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലാണ് ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് സവാള, ഒരു ചെറിയൊരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്, കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില, കുറച്ച് കുരുമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരിത്തിരി സാമ്പാർ പൊടി. ഇതും അതിൻ്റെ ഒരു സീക്രട്ടിലൊന്നാണ് കേട്ടോ. ഇതും കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉഴുന്നുവട കിട്ടും. അപ്പോൾ ഇതും കൂടി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും റവയും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയിട്ട് മാവ് ഒന്ന് കുറച്ച് കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഷേപ്പാക്കിയിട്ട് തള്ളവിരൽ വെച്ചിട്ട് ഒരു ഹോള് നടുക്കുണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഒന്ന് അതൊന്ന് കറക്റ്റ് ഷേപ്പൊക്കെ ആക്കിയിട്ട് അത് നേരെ അത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇനി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉഴുന്നുവട പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളോട്ട് വേവേമില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഉഴുന്നുവട ഒന്ന് ഉരുട്ടിയെടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം നമ്മൾ ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഒന്ന് എണ്ണയിൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഓരോന്നും വെന്ത് വരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവട 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉഴുന്നുവട. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, നല്ല ചട്നിയുടെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉഴുന്നുവടയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ടിപ്സൊക്കെ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.